ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വിളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രേവതി വർഷയെ കാണാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട്. സ്റ്റുഡിയോയിൽ വെച്ച് നമ്മുടെ വർഷയെ കണ്ട് സംസാരിക്കുകയാണ് രേവതി ആണെങ്കിൽ കരഞ്ഞിട്ട് നമ്മുടെ വർഷൻ്റെ അടുത്ത് പറയാണ്, രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എനിക്ക്. പക്ഷെ വർഷ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞത് വർഷയും വിശ്വസിച്ചിരുന്നു എന്നല്ലേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്കും തന്നെ വിഷമം ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വർഷയും തന്നെ അങ്ങനെ നിൽക്കാം. ശേഷം രേവതി അവിടെ നിന്ന് കരഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് സച്ചി റെസ്റ്റോറൻറ്റിലും പോവാം. റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം, വർഷയും നീയും വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, രണ്ടാളും ഒരുമിച്ച് വരണം എന്ന് പറയാം. അഥവാ ഇനി വർഷ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ നീ എന്തായാലും വരണം വീട്ടിലേക്ക്, അത് നിൻ്റെയും കൂടെ വീടല്ലേ, വർഷയെ പിന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും സച്ചി പറയുന്നത് കൂട്ടാക്കാതെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് മാറിപ്പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്